നമസ്കാരം. കൗമാരപ്രായത്തിൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന പള്ളിക്കൽ ബസാറിൽ താമസിക്കും ഐപ്പറമ്പിൽ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ 1989 കാണാതായവരുടെ കേസുകൾ അന്വേഷിച്ച പോലീസ്. ഇക്കാലഘട്ടത്തിൽ കോഴിക്കോട് സിറ്റിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ കാണാനില്ല എന്നുള്ള പരാതികളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതോടെ മരിച്ചയാളെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കമ്മീഷണറുടെ കീഴിലുള്ള ക്രൈം സ്ക്വാഡാണ് പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ ദുരൂഹത ഏറെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ മുഹമ്മദ് അലി എന്ന ആന്റണി ആരെയും കൊന്നിട്ടില്ലെന്ന് പറയുന്നു ജ്യേഷ്ഠൻ പൗലോസ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെ ഒളിച്ചോടിയ മുഹമ്മദ് അലി തിരികെ വന്നത് 10 വർഷത്തിനു ശേഷമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു. മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് സഹോദരൻ പറഞ്ഞു. ഈ കേസ് എല്ലാ അർത്ഥത്തിലും പോലീസിന് തലവേദനയാണ്. പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് മുഹമ്മദ് അലി എന്ന് സാരം. കുടരഞ്ഞിയിലെ ആൾ മരിച്ചത് തോട്ടിലെ വെള്ളത്തിൽ വീണിട്ടാകാമെന്നാണ് മുഹമ്മദ് അലിയുടെ സഹോദരൻ പറയുന്നത്. എന്നാൽ കോഴിക്കോട് വെള്ളയിലും കൊലപാതകം ചെയ്തെന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് അറിയില്ലെന്നും പൗലോസ് പറയുന്നു. 1986-89 വർഷങ്ങളിലായി 2 പേരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. കുടരഞ്ഞി തൈപ്പറമ്പിൽ പൈലിയുടെ മകനായ ആന്റണിയാണ് മുഹമ്മദ് അലിയായി മാറിയത്. 14-ാം വയസ്സിൽ കൂടരഞ്ഞി കരിങ്കുറ്റിയിൽ ഒരാളെ തോട്ടിലേക്ക് ചവിട്ടിയിട്ട് കൊന്നുവെന്നാണ് പോലീസിൽ മുഹമ്മദ് അലി നൽകിയ മൊഴി. 1986 ഡിസംബറിലാണ് സംഭവമെന്നും പറയുന്നു. ഡിസംബർ 5-ലെ പത്രത്തിൽ കുടരഞ്ഞി മിഷൻ ആശുപത്രിക്ക് പിറകിലെ വയലിലെ തട്ടിൽ 20 വയസ്സ് തോന്നിക്കുന്ന ആളുടെ മൃതദേഹം കണ്ടെത്തിയതായി വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ പഴയ പോലീസുകാരിൽ നിന്നും വിവരങ്ങൾ അന്വേഷണ സംഘം തേടും. ബീച്ചിലെ കൊലപാതകത്തിന് മറ്റൊരാൾക്കും പങ്കുണ്ട് എന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി. ബാബു എന്ന കഞ്ചാവ് ബാബുവാണ് അന്ന് ഒപ്പമുണ്ടായിരുന്നത്. മുൻ വർഷങ്ങളിൽ ഈ പേരിലുള്ള ആൾക്കെതിരെ കേസുകൾ സിറ്റി പോലീസിലുണ്ടോ എന്നും പരിശോധിക്കും. 1989-ൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഒരാളെ താനും കഞ്ചാവ് ബാബു എന്നയാളും ചേർന്ന് കൊന്നുവെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ മൊഴി. ബാബു നഗരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാളാണെന്നും മുഹമ്മദ് അലി പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് ദിവസങ്ങളോളം അന്വേഷിച്ചിട്ടും കഞ്ചാവ് ബാബുവിനെ കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചില്ല. മരിച്ചയാളെ തിരിച്ചറിയാത്തതിനാൽ അജ്ഞാത മൃതദേഹമായാണ് നടപടി പൂർത്തീകരിച്ചത്. പോസ്റ്റ്മോർട്ടം രേഖകൾക്കായി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിനെ സമീപിച്ചിട്ടുണ്ട്. കൂടരഞ്ഞിയിൽ മുഹമ്മദ് അലി തള്ളിയിട്ട് കൊന്നുവെന്ന് പറയുന്നയാളുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥനെ തേടി പോലീസ് എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അന്ന് തിരുവമ്പാടി SI ആയിരുന്ന തോമസ് ആണ് ഇൻക്വസ്റ്റ് നടത്തിയത്. സർവീസിൽ നിന്നും വിരമിച്ച ശേഷം അദ്ദേഹം എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങി മരിച്ച നിലയിലാണ് ഇരിട്ടി സ്വദേശി എന്ന് കരുതുന്നയാളെ കണ്ടെത്തിയത്. 1986-ലായിരുന്നു കൂടരഞ്ഞിയിലെ മരണം. കൊന്നതാണെന്ന് മുഹമ്മദ് അലി പറയുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളൊന്നും ലഭിച്ചിട്ടില്ല. രേഖകൾ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കൂടരഞ്ഞിയിലെ തോട്ടിലേക്ക് ഒരാളെ ചവിട്ടിത്തള്ളിയെന്ന മുഹമ്മദ് അലിയുടെ മൊഴിയിൽ തിരുവമ്പാടി പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ഇരിട്ടിയിൽ നിന്നും 4-അംഗ സംഘം അക്കാലത്ത് മരിച്ചയാളുടെ വിവരങ്ങൾ തിരക്കാൻ കൂടരഞ്ഞിയിൽ എത്തിയതായി നാട്ടുകാരും പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരിട്ടി കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ മാസം 5-നാണ് മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത്. തുടർന്ന് വേങ്ങര പോലീസ് തിരുവമ്പാടി സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും മുഹമ്മദ് അലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വെള്ളയിൽ ബീച്ചിലെ കൊലപാതകത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്.